മൂലം നാട്ടുകാർ കളി സ്വഭാവമാണേൽ പറയുന്നുണ്ട്. അതന്നെ അവനായി നിന്റെ മൂലം പോക്കാ കൊച്ചേ. ഹായ് പറയുന്നുണ്ട് സന്ധി ചേച്ചി, ഈ അടിയിൽ പിടിച്ച മീൻ എന്ത് ചെയ്യും? അയ്യോ, അടിയിൽ പിടിച്ച മീൻ ഇപ്പൊ എന്താ ചെയ്യോ? ഒന്നെങ്കിൽ മീനിന്റെ കൈ പിടിപ്പിക്കണം, അല്ലെങ്കിൽ എടുത്ത് പള്ള കളയണം. ഇത് ഏതെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഹായ് ചേച്ചി പറഞ്ഞ മൂലം നിന്ന് മഹാരാജാവിന് കൊടുത്താലോ എന്ന് ചോദിക്കണ്ടേ? അത് കറക്റ്റാ, അത് കറക്റ്റാ. കഴിച്ചോളൂ. അവരൊക്കെ നോൺ വെജ് കഴിക്കുമോന്ന് അറിയത്തില്ല. പിന്നെ ഇത് മുഹമ്മദ് ഫൈസൽ മൂലം തിരുനാളായതുകൊണ്ട് ചിലപ്പോൾ കഴിച്ചേക്കും. എനിക്ക് വയ്യ, എൻ്റെ ദൈവമേ, മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട്. അതായത് ചിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ചൂട് കൊടുക്കാൻ തുടങ്ങും. ഹൗ 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 ഹൗ. പാട്ട് പറഞ്ഞോളൂ, പാട്ട്. കൃഷ്ണ ചേച്ചി പൊട്ടിത്തെറിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് മനു. മനു ചേച്ചി പൊട്ടിത്തെറിക്കൂ. ഞാൻ എന്താടാ ഗ്യാസ് സിലിണ്ടറോ? പിന്നെ ബിന്ദു മീൻ കൊണ്ടുപോയി കറി വയ്ക്കൂ കൂട്ട് എന്ന് പറയുന്നത്. ഞാൻ സസ്യഭുക്കാണ് എന്ന് പറയുന്നുണ്ട്. ആണോ? ദിനോസറിൻ്റെ ഇനത്തിൽപ്പെട്ടതായിരുന്നോ പ്രശാന്ത്? അതേ പാടി, അതേ പാട് വേറെ ചട്ടിയിലോട്ടാക്കിക്കോ. കിട്ടിയാൽ കിട്ടി, കിട്ടിയാൽ കിട്ടി, അല്ല പോക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ വേണം പറയുന്നുണ്ട്. ഇത് സ്ഥിര സന്ധ്യയോട് ഈ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്ന് കറക്റ്റ് പറഞ്ഞുതരും. കാരണം എന്നും സന്ധ്യക്ക് ഒന്നെങ്കിൽ എന്നും കരിമീൻ കറി വറുത്തത് അല്ലെങ്കിൽ കരിമീൻ കറി ആയിരിക്കും കേട്ടോ. ഡ്രാക്കുളയുടെ അമ്മയെ ഓർമ്മയുണ്ടോ ചോദിക്കുന്നുണ്ട്. മോനെ എങ്ങനെ മറക്കും ഞാൻ? നീ എന്നെ രക്തരക്ഷസാക്കിയതല്ലേ ഡ്രാക്കുളയുടെ അമ്മയാന്നും പറഞ്ഞിട്ട്. മോന് സുഖാണോ? രക്തമൊക്കെ കിട്ടിയോ? ഇന്ന് ഏത് ഗ്രൂപ്പാണ് കുടിച്ചത്? പറയും മോനെ, അമ്മയ്ക്ക് കൊണ്ടുപോകുന്നില്ലേ നീ? ഹലോ സന്ധ്യാമ്മയെ പറയുന്നുണ്ട്. ഗ്യാങ് സ്റ്റാർ, ബ്ലാക്ക് ക്യാറ്റ്, ഡ്രാക്കുള എന്തിയാ? ഡ്രാക്കുള ഐ ഡി എവിടെ പോയി? പിന്നെ ഹലോ സന്ധ്യാമ്മ, മനു പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നുണ്ട്. കമൻറ്റ് ഇട്ട നമ്മൾ ഇന്നലെ ശശിയായി പറയുന്നുണ്ട് സൂര്യ. അതുകൊണ്ടാണ് അമ്മ ഇന്ന് ടുഗദർ ഇടാതെ ഇവിടെ വന്നിരുന്നത്. അയ്യോ, ടുഗദർ ഇട്ടാൽ നമുക്ക് ഇത്ര സത്യം പറഞ്ഞാൽ ടുഗദർ ഇട്ടാൽ ഇത്ര ഒരു ആസ്വാദനം കിട്ടും. പാട്ട് കുറേ കേൾക്കാം, പിള്ളേരുടെ പാട്ട് കേൾക്കാം. പക്ഷേ ഇത്ര ഒരു മെസ്സേജ് വായിച്ച് ഇങ്ങനെ തല കുത്തിച്ചിരിക്കാനായിട്ട് പറ്റില്ല. ശശിയായി പറഞ്ഞിട്ട് സന്ധ്യാമ്മ ചിരിക്കുന്നുണ്ട്. ബ്ലാക്ക് ക്യാറ്റ് സൂര്യ ചേച്ചി പറഞ്ഞിട്ട് ക്യാൻസർ എന്താണ് ഇവിടെ ഒരു ബഹളം ചോദിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, ഒരു മുഹമ്മദ് ഫൈസൽ രാജരാജാതിവർമ്മ ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളമാണ് ഗാങ്സ്റ്റാറെ. ബ്ലാക്ക് ക്യാറ്റ് ചിരിക്കുന്നുണ്ട്. സന്ധ്യ ഗാംഗു വിളിക്കുന്നുണ്ട്. ചേച്ചിയെ പോലെ ആയല്ലോ, അനിയനും കരിഞ്ച മീനുമായി എന്ന് പറയുന്നുണ്ട് സന്ധ്യ. അല്ല പ്രശാന്ത്, ബ്ലഡ് മനുഷ്യൻ്റെ വേണ്ട, ഇപ്പോൾ പ്രേതത്തിൻ്റെ ബ്ലഡാണ് നല്ലതെന്ന് പറയുന്നു. പ്രേതത്തിന് ബ്ലഡ് ഉണ്ടോ? നീ എൻ്റെ അടുത്തേക്കൊന്നും വരില്ലേ. കാര്യം അമ്മയൊക്കെ ആയിരിക്കും. ഇച്ചിരി ഒരു കൈപ്പാടാകല് മാറി നിന്നിട്ട് മതി. നിന്നെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശന്നാൽ ചിലപ്പോൾ അമ്മയുടെ രക്തം കുടിക്കും. പുറത്തായിരുന്നു അമ്മ, വീട്ടിലെത്തിയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. നന്ദ വന്നോ? തിരിച്ചെത്തിയ മോനെ. ഓക്കെ, ചിത്രത്തിൽ നിന്നാൾ മുഹമ്മദ് ഫൈസൽ പടി ഇറങ്ങുന്നു. ബൈ. ഈശ്വരോടെ നില്ലടേ. എന്നാണേലും കുറേ കുടിച്ചിരിക്കുക. ഇപ്പം തന്നെ തീരും നമ്മുടെ ലൈവ്. അവിടെ അനിയ നിൽ. പിന്നെ നമുക്ക് വിരഹഗാനം പാടിയല്ലേ പ്രശാന്തേ എന്ന് പറയുന്നുണ്ട്. അതെ, അയല കരിച്ചതുണ്ട്, കരിമീൻ കരിച്ചതുണ്ട്, കുടംപുളിയിട്ടു വെച്ച നല്ല കരിഞ്ഞ ചാറുണ്ട്. വികാര നൗകിയുമായി പറയുന്നുണ്ട് സന്ധ്യ. ഓക്കെ, വികാര നൗകയുമാ തിരമാലകളാടിയുലഞ്ഞു, കണ്ണീർ മുത്തു കനഞ്ഞൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു, രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം, പിൻവിളിയാണോ? വെണ്ണുര വന്നു തലോടുമ്പോൾ തടശിലയലി